ശരീരത്തിന് ഏറെ ആവശ്യമായ ധാതുവാണ് അയൺ അഥവാ ഇരുമ്പ്. ഹിമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നത് ഇരുമ്പാണ്. ചുവന്ന രക്താണുക്കൾക്ക് ഓക്സിജനെ വഹിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഹിമോഗ്ലോബിൻ. അതിനാൽ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറഞ്ഞാൽ വിളർച്ച ഉണ്ടാകാം. ഇരുമ്പിന്റെ കുറവുള്ള കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നത് ഇരുമ്പിന്റെ കുറവുള്ളവരിൽ കാണുന്ന ഒരു പ്രധാന ലക്ഷണമാണ്. വിളറിയ ചർമ്മവും നഖങ്ങളും ചുണ്ടുകളും സൂചിപ്പിക്കുന്നതും ചിലപ്പോൾ ഇരുമ്പിന്റെ കുറവിനെയാകാം. ഇരുമ്പിന്റെ അളവ് കുറവുള്ള കുട്ടികൾക്ക് പലപ്പോഴും വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നു. ഇത് കൂടുതൽ പോഷകക്കുറവിലേക്കും വളർച്ച മന്ദഗതിയിലാക്കാനും ഇടയാക്കും. കുട്ടികളിലെ ദുർബലമായ രോഗപ്രതിരോധ ശേഷിയും എപ്പോഴും അസുഖങ്ങൾ വരുന്നതും അയണിന്റെ കുറവ് മൂലമാകാം. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും ചിലപ്പോൾ അയണിന്റെ കുറവ് മൂലം ഉണ്ടാകാം. തലവേദന, തലകറക്കം തുടങ്ങിയവയും അയണിന്റെ കുറവിനെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാകാം. നഖങ്ങൾ പൊട്ടിപ്പോകുന്നതും വരണ്ട ചർമ്മവും ഇരുമ്പിന്റെ കുറവിനെ സൂചിപ്പിക്കുന്നതാകാം. കൈയും കാലുമൊക്കെ തണുത്തിരിക്കുന്നതും അയണിന്റെ കുറവിന്റെ സൂചനയാകാം. തലമുടി കൊഴിച്ചിൽ, തലമുടി വരണ്ടതാവുക തുടങ്ങിയവയും ഇരുമ്പിന്റെ കുറവുള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. ഇലക്കറികൾ, ബീറ്റ്റൂട്ട്, മാതളം, ഈന്തപ്പഴം, ലിവർ, പയർവർഗ്ഗങ്ങൾ, മത്തങ്ങ വിത്തുകൾ, ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയവയിലൊക്കെ അയൺ അടങ്ങിയിട്ടുണ്ട്. ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക.